ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു അക്വേറിയം കാണാൻ പോകുന്ന വീഡിയോ ആയാലോ? ഒരു ചിറ്റികുളങ്ങര കാട്ടുപള്ളി അമ്പലത്തിൻ്റെ സമീപത്തായിട്ടാണ് ഈ അക്വേറിയം സെറ്റാക്കിയിരിക്കുന്നത്. ടണൽ അക്വേറിയം ദീപാവലി പ്രമാണിച്ച് തുടങ്ങിയ ഷോയാണ് ഇവിടെ. 100 രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ് വരുന്നത്. തുമ്പിയുടെ സ്കൂളിലെ ID കാർഡ് കാണിച്ചപ്പോൾ തുമ്പിക്ക് 50 രൂപയായിട്ടുള്ളൂ ടിക്കറ്റ് ചാർജ് വരുന്നത്. അങ്ങനെ ടിക്കറ്റ് എല്ലാം എടുത്ത് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. മീനെ കാണാൻ എല്ലാവരും നല്ല എക്സൈറ്റ്മെൻറ്റിലൊക്കെയാണ് ഇരുന്നത്. വിവിധ തരത്തിലുള്ള പല കളറുള്ള മീൻ, പല സൈസിലുള്ള മീനുകൾ, അങ്ങനെ പല മീനുകളുണ്ട് ഇവിടെ. ഞാൻ പിന്നെ നാത്തൂൻ, ആങ്ങള, കുഞ്ഞാറ്റ, തുമ്പി, ആറ്റു എല്ലാവരും കൂടാണ് അക്വേറിയം കാണാൻ പോയത്. ഒരു 3 മണി തൊട്ട് 10 മണി വരെയാണെന്ന് തോന്നുന്നു ഷോ നടക്കുന്നത്. നല്ല രസമായിരുന്നു. മീനെ കൂടാതെ പലതരത്തിലുള്ള പെറ്റ്സ്, ബേഡ്സ്, അങ്ങനെ പല ഇതുണ്ട്. പിന്നെ അതുകൂടാതെ അതിൻ്റെ അകത്ത് പല സാധനങ്ങളൊക്കെ വിൽക്കുന്ന പലതരത്തിലുള്ള കച്ചവടങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. എന്തായാലും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. നല്ലൊരു ഷോയാണ്. കണ്ടില്ലേ, പലതരത്തിലുള്ള മീൻ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. കുഞ്ഞുങ്ങളെല്ലാം മീൻ പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് നല്ല ബഹളമൊക്കെ ആയിരുന്നു. പലതരത്തിലുള്ള മീനൊക്കെ ഉണ്ട്. ആദ്യമേ ഇങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ഇതുപോലുള്ള ചെറിയ ഭിത്തിയിലായിട്ട് ഇങ്ങനെ ചെറിയ അക്വേറിയത്തിലൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. നക്ഷത്രം മീൻ, അങ്ങനെ പല മീനുകളൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളിലോട്ട് കയറി ചെല്ലുമ്പോൾ ഒരു ടണൽ പോലെ അക്വേറിയം വലുതായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണാൻ നല്ല രസമാണ്. ഫോട്ടോ എടുക്കാനായാലും എല്ലാം വീഡിയോ എടുക്കാനായാലും നല്ലൊരു ഭംഗിയിലാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. കുഞ്ഞാറ്റയൊക്കെ നല്ല സന്തോഷത്തിലായിരുന്നു. മീനെ കാണാനോ, മീനെ അടുത്ത് കാണാൻ തൊടാമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലൊക്കെ ആയിരുന്നു. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടമാകും, വലിയവർക്കും ഇഷ്ടമാകും. മീനെ ഇഷ്ടമുള്ളവർക്ക്, മീനെ വളർത്താനൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അടിപൊളിയായിരുന്നു. എല്ലാം മീനിൻ്റെ എല്ലാം പേര് അതിൻ്റെ മേളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്കെല്ലാം മീനിൻ്റെ പേര് അറിയത്തില്ല, പക്ഷേ എൻ്റെ ആങ്ങളയ്ക്ക് അറിയാമല്ല മീൻ. വീട്ടിൽ കുറേ മീനെയൊക്കെ വളർത്തുന്നൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമാവും. അതിനിടയ്ക്ക് കുഞ്ഞാറ്റയുടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറഞ്ഞപ്പോൾ അവൾ അവിടെ വന്ന് ഞാനിരിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് വന്നിങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ ഓരോ മീനുകളുടെ അമ്മ ഓറഞ്ച് മീൻ, പച്ച മീൻ, ചുവപ്പ് മീൻ എന്നൊക്കെ പറഞ്ഞ് നല്ല രസമായിരുന്നു. അവിടെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. പിന്നെ കുറേ പേര് അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോയൊക്കെ എടുത്തു. എന്തായാലും അടിപൊളിയായിരുന്നു. മീൻ, പലതരത്തിലുള്ള മീൻ. പിന്നെ അതിലാണെങ്കിൽ ലൈറ്റിങ്ങും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. മീൻ നല്ല രസമാണ് കാണാനൊക്കെ. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അവിടെ നിന്ന് വരണമെന്നേ ഇല്ലായിരുന്നു. അമ്മയെ മീനെ കണ്ടോ എന്നൊക്കെ ചോദിച്ച് തുമ്പിയും കുഞ്ഞാറ്റയും കൂടെ അവിടെ കയ്യെ പിടിച്ചോടി നടക്കുകയായിരുന്നു. മുമ്പ് ആലപ്പുഴ ബീച്ച് സൈഡിലെ ഈ എക്സ്പോ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം ഞങ്ങൾ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ കൂടുതൽ മീനുകളും പിന്നെ അതേ മത്സ്യകന്യക,
പിന്നെ വെള്ളത്തിനിറങ്ങി നിന്ന് ആൾക്കാരൊക്കെ കൈ ഹായൊക്കെ തരുമൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു, എന്നാലും കാണാൻ കൊള്ളാം. പിന്നെ അത് കണ്ടിറങ്ങി കഴിഞ്ഞപ്പം കുറേ പക്ഷികളും കോഴികളും പലതരത്തിലുള്ള കോഴികളും ഒക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞിക്കോഴി തൊട്ട് കുഞ്ഞിക്കോഴിയൊക്കെ മുട്ടയിട്ടേക്കുന്ന ഒക്കെ ഉണ്ടായിരുന്നു. മുട്ടയിട്ട് അതിനകത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ കോഴിയൊക്കെ ഉണ്ടാവും, വലിയ കോഴിയൊക്കെ ആദ്യമായിട്ട് കാണും, ഇത്രയും വലിയ കോഴിയൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ചെറിയ കോഴി തൊട്ട് വലിയ കോഴി വരെയൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമാണ് കാണാൻ. ഈ കോഴികളെ കൂടാതെ കിളികൾ, പിന്നെ തത്തകൾ, അങ്ങനെ പല മുയൽ, അങ്ങനെ മുട്ടയൊക്കെ കിടക്കുന്നുണ്ടോ അതിൽ, എലികൾ, പന്നി എലികൾ, അങ്ങനെ പലതരത്തിലുള്ള ചെറിയ ചെറിയ ജീവികളുണ്ട്. എൻ്റെ ഈ കോഴിയുണ്ട്, തീരെ കുഞ്ഞു കോഴിയാണ്. ആ കോഴിയൊക്കെ മുട്ടയിട്ടേക്കുന്നുണ്ടായിരുന്നു. അതിൽ മുട്ട കിടപ്പുണ്ട്, കണ്ടോ, കുഞ്ഞി കുഞ്ഞി മുട്ടകൾ, കാടമുട്ടയുടെ അത്രകൾ. പിന്നെ പ്രാവുകൾ, പലതരത്തിലുള്ള പ്രാവ്, കറുത്ത പ്രാവ്, നമ്മൾ കാണാത്ത തരത്തിലുള്ള പല പ്രാവുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. എല്ലാം കൊണ്ട് നല്ല രസമായിരുന്നു. ഈ പ്രാവിനെയൊക്കെ കണ്ടോ, നല്ല ക്യൂട്ടല്ലേ കാണാൻ, അടിപൊളി പ്രാവുകളാണ്, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ചെമ്പ് കളറിലെ പ്രാവ്, അല്ലെങ്കിൽ പമ്മിയിരിക്കും, ചിലതൊക്കെ നല്ല ആക്റ്റീവാണ്, ചിലതൊക്കെ പമ്മിയിരിക്കും. ചെമ്പ് കളറിലെ പ്രാവ്, ബ്ലാക്ക് കളറിലെ പ്രാവ്, തെറ്റിപ്പോകുന്ന പ്രാവ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ കൊള്ളാം, നല്ല രസമുണ്ട് കാണാൻ. കറുത്ത കളറിലെ കോഴിയുണ്ട്, കരിക്കോഴി, നല്ല രസമുണ്ട്. പിന്നെ എൻ്റെ ഇതുണ്ടോ, മുള്ളൻപന്നി, പല തരത്തിലുള്ള മുള്ളൻപന്നി, ചെറിയ മുള്ളൻപന്നികൾ. പിന്നെ ഇതെന്ത്, കോക്ടെയിൽസോ, എൻ്റെ പേര് എന്തുവാന്ന് അറിയത്തില്ല, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ പേരൊക്കെ. പിന്നെ നല്ല രസമുണ്ട്. ചിലതൊക്കെ എണ്ണ ചേർന്ന് നല്ല ഒരുമിച്ചൊക്കെ ഇരിക്കുന്നത് കാണാൻ നല്ല രസം, അതിൻ്റെ ഇണയായിട്ടിരിക്കുന്നത്. പിന്നെ പലതരത്തിലുള്ള മുയൽ, പൂച്ച, പിന്നെ പേരറിയാത്ത കുറേ ജീവികളുണ്ടായിരുന്നു അവിടെ. എല്ലാവരും അതെല്ലാം കിടന്ന് ഉറങ്ങുകയൊക്കെയായിരുന്നു. പേരറിയാത്ത കുറേ ജീവികൾ അവിടെ ഉണ്ടായിരുന്നു, എന്തൊക്കെയാണെന്ന് ഓർമ്മ പോലുമില്ല. പിന്നെ ഇഗ്വാന ഉണ്ടായിരുന്നു. ഇഗ്വാന ഉണ്ടാകാതിരിക്കുന്നത് കണ്ടിട്ട് പേടിയൊക്കെ ആവുന്നുണ്ട്, എന്നാലും വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ പൂച്ചകളൊക്കെ നല്ല ഉറക്കമായിരുന്നു. ഒരു ക്യൂട്ട് പൂച്ചയുണ്ട്, ഇത് വെള്ള കളറിൽ, കാണാൻ നല്ല രസമുണ്ട്, ക്യൂട്ട് പൂച്ച. നാത്തൂൻ അതിനെ കയറി തൊടുകയൊക്കെ ചെയ്തപ്പോൾ നോക്കുന്നുണ്ട്, ഞാനാണെങ്കിൽ തൊടരുതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ പൂച്ചകൾ, ചെറിയ ചെറിയ ജീവികളൊക്കെ ഉള്ളു, കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പൂച്ചകൾ കഴിഞ്ഞ് വരും, പൂച്ചകളുടെ ഓപ്പോസിറ്റായിട്ട് കുറേ തത്തകളും ഉണ്ടായിരുന്നു. പിന്നെ കോഴി, പിന്നെ കുഞ്ഞ് എലികൾ, അവിടെ കാണാൻ പോലും പറ്റാത്ത തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞ് എലികളുണ്ടായിരുന്നു. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പോലും അറിയത്തില്ല, അതുപോലെ കുഞ്ഞെലികൾ, പൂച്ച, എലികളും എല്ലാം കൂടെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരുമിച്ചിരിക്കുന്നത്, നല്ല രസമായിട്ട് അവർ ഒരുമിച്ചിരിക്കുന്നത് കാണാൻ. പിന്നെ ചിലതൊക്കെ ഇരുന്ന് ഉറക്കം തൂങ്ങുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വന്നപ്പോൾ ഇഗ്വാന, വലിയ ഇഗ്വാനകളും, പിന്നെ പാമ്പിനെ എടുത്ത് കയ്യിലും തോളയിലും ഒക്കെ ആയിട്ട് ഫോട്ടോയൊക്കെ എടുക്കാം. അവർക്ക് 100 രൂപ കണ്ട ചാർജ് ഫോട്ടോ എടുക്കുന്നതിന്. പാമ്പിനെ അത് സെയിലെന്നും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പാമ്പിനെ നല്ല രസമുണ്ടല്ലോ, തൊട്ടിലൊക്കെ കിടക്കുന്ന പോലെ ഫോർ സെയിലിന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ കുറേ വേറെ ജീവികളെ അവിടെ ഫോർ സെയിൽ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഗ്വാന എടുത്ത് കൈ പിടിക്കാം, ഫോട്ടോ എടുക്കാം. പിന്നെ പാമ്പിനെ പിന്നെ ഒക്കെ എടുത്ത് കയ്യിലെടുത്ത് ഫോട്ടോ ഒക്കെ എടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ കുറേ ഫർണിച്ചറിനൊക്കെ അത് ഷോ ചെയ്ത് വെച്ചിട്ടുണ്ട്, വേണ്ടുന്നവർക്ക് വാങ്ങിക്കാം. പിന്നെ അവർ മോഡൽസൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വേറെ നമുക്ക് ചെയ്തു തരും. നല്ല രസമുണ്ട് അവിടെ ഇരിക്കുന്നത് കാണാൻ. പിന്നെ കുറേ സാധനങ്ങളുടെയൊക്കെ നമുക്ക് പഴയ മിഠായികൾ, പിന്നെ ചായ, ഐസ്ക്രീം, അങ്ങനെ കുറേ സാധനങ്ങളുടെ കച്ചവടമൊക്കെ ആയിരുന്നു. പിന്നെ വെളിയിൽ വന്നപ്പോൾ പിള്ളേർക്കാണെങ്കിൽ കളിക്കുന്നതിൽ എന്തെങ്കിലും ഒന്ന് കയറണം. അവിടെ ആണെങ്കിൽ കളിക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷേ ഇവരാണെങ്കിൽ കയറി കഴിഞ്ഞാൽ പകുതിയാകുമ്പോൾ ഇറങ്ങി വരും. അത് കാരണം പിന്നെ പേടിയാണെന്ന് പറഞ്ഞു, അതുകൊണ്ട് ആരെയും കയറ്റിയില്ല. പിന്നെ സന്ധ്യ ആയതുകൊണ്ട്, രാത്രി ആയതുകൊണ്ട് ഇതിലൊക്കെ കയറി ചിലപ്പോൾ രാത്രി കിടന്ന് പേടിക്കുകയൊക്കെ ചെയ്യും. അത് കാരണം ആരെയും കയറ്റിയില്ല. എല്ലാവരെയും
ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് കുഞ്ഞാറ്റ അവിടെ കുഞ്ഞാറ്റ തുമ്പിയൊക്കെ കിടന്ന് ഭയങ്കര ബഹളമായിരുന്നു. രാത്രി ആയതുകൊണ്ട് അവർക്ക് ഐസ്ക്രീം ഒന്നും വാങ്ങിച്ചിട്ടില്ല. പിന്നെ ഇറങ്ങി വരുമ്പോൾ കുറേ ഗാർഡൻ ചെടികളിലൊക്കെ വിൽപ്പനയൊക്കെ ഉണ്ടായിരുന്നു. ആവശ്യമുള്ളവർക്കൊക്കെ വാങ്ങിക്കാം. നല്ല രസമുണ്ടായിരുന്നു കാണാൻ മൊത്തം. പിന്നെ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഇരുട്ടായി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ വീട്ടിൽ പോയി. ഇത്രയേ ഉള്ളൂ. ബൈ.